നമുക്ക് ആവശ്യമുള്ള വാഹനങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ്. 2023 ലോകമെമ്പാടുമായി ഏകദേശം 9.1 കോടി വാഹനങ്ങളാണ് നിർമ്മിക്കപ്പെട്ടത്. അതിൽ ഏകദേശം 2.53 കോടി വാണിജ്യ വാഹനങ്ങളും 6.63 കോടി പാസഞ്ചർ കാറുകളും ഉൾപ്പെടുന്നു. ആഗോള ഉൽപാദനത്തിന്റെ ഏകദേശം 1/5 വരുന്ന ചൈനയാണ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തുന്നത്. കൂടാതെ ബ്രസീൽ, ഇന്തോനേഷ്യ, മെക്സിക്കോ തുടങ്ങിയ ചില വികസ്വര രാജ്യങ്ങളും ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലകളിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യ 10-ലെ ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന കാര്യം എടുത്തു പറയണ്ടല്ലോ. ലിസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് ചൈന. 2022 32 ലക്ഷം വാണിജ്യ വാഹനങ്ങളടക്കം 2.38 കോടി വാഹനങ്ങളാണ് ചൈന നിർമ്മിച്ചത്. 2023 3.02 കോടി വാഹനങ്ങളും ചൈന നിർമ്മിച്ചിരുന്നു. ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന SAIC മോട്ടോർ, ഡോങ്ഫെങ്, FAW, ചാങ്ഹാങ് എന്നിവയാണ് ചൈനയിലെ ഏറ്റവും വലിയ ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ. അമേരിക്ക. 2022 ഏകദേശം 18 ലക്ഷം പാസഞ്ചർ വാഹനങ്ങളും 83 ലക്ഷം വാണിജ്യ വാഹനങ്ങളും നിർമ്മിച്ച അമേരിക്കയാണ് ലോകത്തിലെ 2ാമത്തെ വലിയ വാഹന ഉൽപാദന നിർമ്മാതാക്കൾ. ബിഗ് 3 എന്നറിയപ്പെടുന്ന ജനറൽ മോട്ടോഴ്സ്, ഫോർഡ് മോട്ടോർ കമ്പനി, ഫിയറ്റ് ക്രൈസ്ലർ എന്നിവയാണ് US-ലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ. അടുത്തത് ജപ്പാനാണ്. വിശ്വാസ്യത മുഖമുദ്രയാക്കിയെടുത്ത ലോകത്തിലെ പ്രധാന വാഹന നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. COVID-19 പാൻഡമിക്കിന്റെ ഫലമായി 2020 മുതൽ 2022 വരെ ഉൽപാദനത്തിൽ കുത്തനെ ഇടിവുണ്ടായെങ്കിലും പിന്നീട് വൻ കുതിപ്പാണ് 3-ാം സ്ഥാനത്തുള്ള ജപ്പാൻ നടത്തിയത്. 2023 ഏകദേശം 90 ലക്ഷം വാഹനങ്ങളാണ് ജപ്പാൻ ഉൽപ്പാദിപ്പിച്ചത്. ഇന്ത്യയാണ് ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തുള്ളത്. 2023 ഇന്ത്യ 59 ലക്ഷം വാഹനങ്ങളാണ് നിർമ്മിച്ചത്. അതിൽ തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. 7% വാർഷിക വളർച്ചയാണ് ഇന്ത്യൻ വാഹന വിപണി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെക്സിക്കോ, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ദക്ഷിണ കൊറിയ. അമേരിക്കൻ വാഹന ഉപഭോക്താക്കൾക്ക് ഹ്യുണ്ടായി, കിയ തുടങ്ങിയ കമ്പനികളുടെ ലോഗോകൾ പരിചിതമാണെങ്കിലും ദക്ഷിണ കൊറിയയ്ക്ക് ആഗോളതലത്തിൽ മെക്സിക്കോയ്ക്ക് മുന്നിൽ സ്ഥാനം നഷ്ടപ്പെടുകയും ശേഷം ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. 2023 42 ലക്ഷം വാഹനങ്ങളാണ് ദക്ഷിണ കൊറിയയിൽ നിർമ്മിച്ചത്. ജർമ്മനി. ഏകദേശം 41 ലക്ഷം വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജർമ്മനി യൂറോപ്പിലെ വാഹന നിർമ്മാണത്തിന്റെ ശക്തി കേന്ദ്രമായി ഇന്നും തുടരുന്നു. BMW, മെർസിഡസ്, ഓഡി, ഫോക്സ്വാഗൺ, പോർഷെ തുടങ്ങിയ ലോകപ്രസിദ്ധമായ നിരവധി ബ്രാൻഡുകളാണ് ജർമ്മനിയിൽ നിന്നുള്ളത്. മെക്സിക്കോ. വാഹന നിർമ്മാണ മേഖലയിലെ പ്രധാനികളിലൊന്നായി മെക്സിക്കോ കുതിപ്പ് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. 2023 ഈ വടക്കേ അമേരിക്കൻ രാജ്യം ഏകദേശം 40 ലക്ഷം വാഹനങ്ങളാണ് നിർമ്മിച്ചത്. ജനറൽ മോട്ടോഴ്സ്, ഫോർഡ്, ഫോക്സ്വാഗൺ എന്നിവ മെക്സിക്കോയിൽ പ്രവർത്തിക്കുന്ന പ്രധാന അന്താരാഷ്ട്ര വാഹന നിർമ്മാതാക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. സ്പെയിൻ. യൂറോപ്പിലെ 2ാമത്തെ വലിയ ഉൽപാദകരും ലോകമെമ്പാടുമുള്ള മികച്ച 10 രാജ്യങ്ങളിൽ ഒന്നുമായ സ്പെയിൻ വാഹന നിർമ്മാണത്തിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ്. മെർസിഡസ് ബെൻസ്, ഫോർഡ്, റെനോ, സ്റ്റെലാന്റിസ്, സീറ്റ് എന്നിവരാണ് സ്പെയിനിലെ പ്രധാന വാഹന നിർമ്മാതാക്കൾ. ബ്രസീൽ. കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ബ്രസീൽ. 2023 23 ലക്ഷം വാഹനങ്ങളാണ് ബ്രസീലിൽ നിർമ്മിച്ചത്. ടൊയോട്ട, ജനറൽ മോട്ടോഴ്സ്, ഫോക്സ്വാഗൺ, സ്റ്റെലാന്റിസ് എന്നിവയാണ് ബ്രസീലിലെ പ്രധാന വാഹന നിർമ്മാതാക്കൾ. തായ്ലാന്റ്. രാജ്യാന്തര തലത്തിൽ 10-ാം സ്ഥാനത്താണ് തായ്ലൻഡ്. ടൊയോട്ട, ഹോണ്ട, ഇസുസു, മിത്സുബിഷി, മാസ്ഡ, ഫോർഡ്, നിസാൻ, BMW, മെർസിഡസ് ബെൻസ്, BYD തുടങ്ങിയ മുൻനിര കമ്പനികളാണ് തായ്ലാന്റിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്.